ചില ബന്ധങ്ങൾക്ക് എത്രമാത്രം ആയമുണ്ടെന്നറിയണമെങ്കിൽ അവർ നമ്മളെ കൂടെ ഇല്ലാതിരിക്കണം. നമ്മുടെ എല്ലാ ദുഃഖങ്ങളിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്, നമ്മുടെ സന്തോഷങ്ങളിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ചില ആൾക്കാർ, നമ്മുടെ എല്ലാ രഹസ്യങ്ങളും നമ്മളോളം അറിയുന്ന ചില ആൾക്കാർ, ഏത് പ്രതിസന്ധി നേരത്തും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പുള്ള ചില ആൾക്കാർ, നമുക്ക് എന്ത് വിഷമം വന്നാലും ഓടിപ്പോയി പറയുന്ന പ്രിയപ്പെട്ടവർ, അവരെത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവുക അവർ നമ്മുടെ കൂടെ ഇല്ലാതിരിക്കുമ്പോഴാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട നിമിഷം പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി വഫാത്തായി പോയ ദിവസമാണ്. ചരിത്രകാരന്മാർ ദുഃഖവർഷമെന്ന് രേഖപ്പെടുത്തിയ ഒരു വർഷം. തൻ്റെ എല്ലാ സങ്കടങ്ങളും അറിയുന്ന ഖദീജ, ഏത് ദുഃഖവേളയിലും തനിക്ക് താങ്ങും തണലുമായി നിന്നിരുന്ന പ്രിയപ്പെട്ട ഖദീജ ബീവി, മക്കയുള്ള ആൾക്കാർ മുഹമ്മദ് നബിയെ ദരിദ്രൻ എന്ന് വിളിച്ച സമയത്ത്, ആരാണ് എൻ്റെ നബിയെ ദരിദ്രൻ എന്ന് വിളിച്ചത്? എൻ്റെ സ്വത്ത് മുഴുവൻ ഞാൻ എൻ്റെ മുഹമ്മദിന് എഴുതി കൊടുക്കുന്നു എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ഖദീജ ബീവി വഫാത്തായിപ്പോയപ്പോഴാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ സങ്കടപ്പെട്ടത്. ചിലരങ്ങനെയാണ്, ഏത് പ്രതിസന്ധി നേരത്തും നമ്മുടെ കൂടെ ഒരു താങ്ങും തണലുമായി ഉണ്ടാവും. അവർ നമ്മുടെ കൂടെ ഇല്ലാതിരിക്കുമ്പോഴാണ് അവരുടെ വാല്യൂ എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുക.